Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് യു നെക്ക് കട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചാർട്ട് പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ നെക്ക് വിഡ്ത്തിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ക്യാൻവാസ് എടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് കണ്ടോ. മൊത്തം ഞാൻ 4 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂടുതൽ, 1 ഇഞ്ചോ 3/4 ഇഞ്ചോ. നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് പ്ലസ് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്, 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പ്ലസ് ഇവിടെയും നമ്മൾ 3/4 ഇഞ്ച് അധികം എടുക്കുക. 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച്. നമുക്ക് നീളവും വീതിയും ഒരുമിച്ചാക്കി ഇതുപോലൊരു ബോക്സ് വരച്ച് കൊടുക്കുക. നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച്, ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞ് ഞാനിവിടെ ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കണ്ടോ, ഇതാണ് ഓപ്പൺ സൈഡ്. ഈ മൂലയിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ 1 ഇഞ്ച്, വീണ്ടും 1 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പോയിൻറ്റുകൾ യോജിപ്പിച്ച് വരച്ചാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് യു നെക്ക് കിട്ടും. ഞാനിവിടെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് 1 ഇഞ്ചിൽ. ഇനി നമ്മൾ 2.5 ഇഞ്ച് ആ പോയിൻറ്റിൽ നിന്ന് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഒരൊറ്റ വരയിൽ വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഡോട്ട് ഇട്ട് ഞാനിങ്ങനെ വരച്ച് കൊടുത്തു. ഇനി അത് ഇതുപോലെ കടുപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് യു നെക്ക് കിട്ടും. ഇനി അതിന് ചുറ്റും ഇതുപോലെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ അതിൽ കുറയരുത്. ഇത് ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ യോജിപ്പിച്ച് ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ വരയ്ക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ 1/2 ഇഞ്ച് ഇവിടെ നിർത്തുക. നമ്മൾ ക്യാൻവാസ് ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് അകന്ന് പോകാണ്ടിരിക്കാനാണ്. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ആ 1 ഇഞ്ചിൽ കൂടി ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ചാർട്ട് പേപ്പറിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്യാൻവാസിൽ ആണെങ്കിൽ അതിങ്ങനെ മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ യു നെക്ക് വരുന്ന ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ 1/2 ഇഞ്ച് ഇവിടെ നിർത്താം. നമ്മുടെ നെക്ക് അകന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.